പറയുന്നില്ല നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുന്നിലുള്ള ഈ അനുഭവം. ഈ വീഡിയോ എടുത്താലും ആ അനുഭവത്തിൻ്റെ നാലൊന്ന് പോലും നിങ്ങൾക്ക് കാണുന്നവർക്ക് ലഭിക്കില്ല. അത്രയും ശ്വാസം എടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അമേരിക്കയും കാനഡയും തമ്മിലുള്ള അതിൻ്റെ അതിർത്തിയിലാണ് ഈ മഹാവെള്ളച്ചാട്ടം. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ദിവസവും ആയിരക്കണക്കിന് സന്ദർശകരാണ് ഈ ജലവിസ്മയം കാണാൻ എത്തുന്നത്. പ്രധാനമായിട്ടും ഇവിടെ 3 വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ളത്. 2 അമേരിക്ക സൈഡിലും 1 കാനഡയുടെ ഭാഗത്തും. അമേരിക്കൻ ഫോൾ ശരിക്കും കാണണമെങ്കിൽ ശരിക്കും മറുകരയിലെ കാനഡയിലെത്തണം. പക്ഷേ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്ന ഒരു ബോട്ട് യാത്രയുണ്ട്. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്നാണ് അത് പൊതുവെ അറിയപ്പെടുന്നത്. അത് അമേരിക്കൻ സഞ്ചാരികൾ അമേരിക്കയിൽ വന്നിട്ട് നയാഗ്ര കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളെയും നിരാശപ്പെടുത്തില്ല. ആദ്യം വരുന്ന സമയത്ത് നമ്മൾ കരയിൽ നിന്ന് നോക്കി ദൂരെ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് ഇതാണോ മഹാ അത്ഭുതങ്ങളിലൊന്ന് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും. വന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമൊന്നുമില്ല. ന്യൂയോർക്കിൽ വന്നിട്ട് ന്യൂയോർക്കിൽ നിന്ന് എത്രയോ ദൂരം കാറിലാണെങ്കിൽ 7 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം ഇവിടെ എത്താൻ. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നത് ഇത് നമ്മുടെ ആതിരപ്പള്ളിയുടെ അത്ര പോലും സൗന്ദര്യം ഇല്ലല്ലോ എന്നൊക്കെ നമുക്ക് ആദ്യം തോന്നും. പക്ഷേ കളി മാറുന്നത് ബോട്ടിൽ കയറി ഈ യാത്ര മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ബോട്ട് യാത്ര നടത്തുന്ന സമയത്താണ് നമ്മളത് ആകെ അതുവരെ കണ്ടതൊന്നുമല്ലാതെ മനസ്സിലാവുന്നത്. ഇതിന് എന്താ പറയുക, ഇടിമുഴക്കത്തിൻ്റെ ജലപ്രവാഹം എന്നാണ് ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തെ പൊതുവേ പറയുന്നത്. ഈ നയാഗ്രയിൽ എത്തുമ്പോൾ തന്നെ ഈ പാർക്കിൻ്റെ സമീപത്ത് എത്തുമ്പോൾ തന്നെ ചാറ്റമഴ പെയ്യുന്നത് പോലെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ നമ്മുടെ ദേഹത്ത് വീണുകൊണ്ടേയിരിക്കും. കാറ്റൊക്കെയുള്ള സമയത്താണെങ്കിൽ നല്ലൊരു മഴ നനഞ്ഞതുപോലുള്ള അനുഭവം കരയിൽ നിൽക്കുന്നവർക്കുണ്ടാകും. അപ്പം രാത്രിയിലൊക്കെ നമ്മൾ ലൈറ്റൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ടെങ്കിൽ, ഞങ്ങൾ പോയ ദിവസം നൈറ്റിൽ പോയപ്പോഴത്തേനും അങ്ങനെ മഴ ഇങ്ങനെ ഒന്നാമത് നല്ല തണുപ്പാണ്, അതിലൂടെ നല്ല കാറ്റ് വീശുന്ന കാരണം പെരുമഴ നനയുന്ന പോലെ ആയിപ്പോയി. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാതെ ഇവിടെ ഉണ്ടായിരുന്നില്ല, തിരിച്ച് പോരേണ്ടി വന്നു. കാരണം ആ കൊടും തണുപ്പിൽ നനയിൽ അത്ര പ്രാക്ടിക്കലല്ല. പകലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ പകൽ ലൈറ്റിങ് കാണാൻ പറ്റില്ല, രാത്രിയിലല്ലേ കാണാൻ പറ്റുള്ളൂ. എന്തായാലും താഴേക്ക് ഇങ്ങനെ കുതിച്ചൊഴുകുന്ന ഈ വെള്ളച്ചാട്ടം ഈ ബോട്ടിലൂടെ പോയി കാണുമ്പോൾ കണ്ണെടുക്കാൻ പറ്റത്തില്ല. അത് എത്ര പറഞ്ഞാലും അത് അനുഭവിച്ചതിൻ്റെ ആ കാഴ്ചയുടെ 100-1 പോലും ഇവിടെ ആർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ബോട്ടങ്ങോട്ട് നീങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ചുറ്റോട് ചുറ്റും ജലം, അത് തീർക്കുന്ന അത്ഭുതകരമായ ഒരു വലയത്തിനകത്ത് നമ്മൾ പെട്ടുപോകും. വെള്ളത്തുള്ളിയിൽ ഇങ്ങനെ നിരന്തരം മുഖത്തേക്ക് പാഞ്ഞു പതിക്കുന്നത് കൊണ്ട് നമുക്ക് കണ്ണ് നന്നായിട്ടൊന്ന് തുറന്ന് ഇതിൻ്റെ സൗന്ദര്യം ഒന്നും മനസ്സിലാക്കാൻ പോലും പറ്റില്ല. പെരുമഴയത്ത് നിൽക്കുന്നത് പോലെയാണ് നിൽക്കുന്നത്, ഒന്നും കാണിയില്ല, കേൾക്കുകയില്ല. അതിൻ്റെ ആ ബോട്ടിൽ നിന്ന് അങ്ങോട്ട് മഴ പെയ്യുന്നത് പോലെ വെള്ളത്തുള്ളികൾ മുഖത്തേക്ക് ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് കണ്ണു തുറന്നത് കാണാൻ പറ്റില്ല. പലതവണ ഇങ്ങനെ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാഴ്ച ഒന്ന് കാണുമ്പോൾ ആദ്യം നമുക്ക് അമ്പരന്ന് പോകും. അത്ര വന്യമെന്നോ രൗദ്രമെന്നോ ഒക്കെ തോന്നും. പക്ഷേ ഒന്നുകൂടി നോക്കുമ്പോൾ വന്യവും രൗദ്രവും ഒക്കെ ആണ്. ഇത്രയും വലിയൊരു വാട്ടർഫോളാണ് വീഴുന്നത്. പക്ഷേ എന്തോ ഒരു സന്തോഷമാണ് അത് തരുന്നതെന്ന് അറിയാമോ? ശരീരത്തിൻ്റെ മനസ്സിനെയൊക്കെ കുളിർപ്പിക്കുന്ന ഒരു വലിയ പോസിറ്റീവ് എനർജിയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. തിരികെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് കരയിൽ എത്തിക്കഴിഞ്ഞാലും ശരീരവും മനസ്സും ഒക്കെ ഇങ്ങനെ ജ്വലിക്കുന്ന ഒരു എനർജി നമുക്കുണ്ടാകും. അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അത്രയും വലിയൊരു ഫോഴ്സാണ് അവിടെ നമ്മൾ കാണുന്നത്. പിന്നെ ബോട്ട് യാത്രയ്ക്കിടെ നമ്മൾ കനേഡിയൻ സൈഡിലുള്ള ബോട്ട് കാണാം. ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് കയറുന്ന സഞ്ചാരികൾക്ക് നീല റെയിൻകോട്ട്, പ്ലാസ്റ്റിക്കിൻ്റെ നീല റെയിൻകോട്ടാണ് തരുന്നത്. കനേഡിയക്കാർക്ക് നോക്കുമ്പോൾ ചുവപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു തടാകത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും 2 രാജ്യങ്ങളാണ്. അതും ലോകത്തിലെ ഏറ്റവും സമ്പദ് വ്യവസ്ഥയുള്ള 2 രാജ്യങ്ങളാണ്. ഇരു രാജ്യങ്ങളെ സഞ്ചാരികളെ ഈ ബോട്ടിലൂടെ തടാകത്തിലൂടെ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ കൈവീശി കാണിക്കുകയും കൂവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ബോട്ട് സഞ്ചാരം കഴിഞ്ഞാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെ വരെ അതിനൊരു പ്രത്യേകം ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ ആ ഒരു വൻ ജലപ്രവാഹത്തിന് തൊട്ട് താഴെ നമുക്ക് പോയി നിൽക്കാം. അതിന് പ്രത്യേകം സ്റ്റെപ്പൊക്കെ ഇറങ്ങി സുരക്ഷാ വലയങ്ങൾ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഫോഴ്സ് നമുക്ക് തൊട്ട് മുന്നിൽ കാണാം. നമ്മൾ സേഫായിരിക്കും. അവിടെയൊക്കെ നമ്മൾ കാറ്റിങ്ങനെ അടിച്ചു വെള്ളം അങ്ങനെ വീണുകൊണ്ടിരിക്കും. ശരിക്കും മഴയത്ത് നിന്ന് നനഞ്ഞ് കുളിച്ച് നിന്നിട്ട് വേണം അത് കാണാൻ. മഴയല്ല, ഈ വാട്ടർഫോളിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് നമ്മൾ നനഞ്ഞു പോകും. നല്ല തണുപ്പായിരിക്കും. പക്ഷേ പകൽ തന്നെയാണ്, നല്ല തണുപ്പായിരിക്കും, നല്ല കാറ്റുമായിരിക്കും. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മഴ നനഞ്ഞ് നിന്ന് അവിടെ നിന്ന് ആ വെള്ളച്ചാട്ടത്തെ നോക്കി കാണാതെ തിരിച്ചു പോരാൻ പറ്റില്ല. അത്ര പ്രലോഭിപ്പിക്കുന്ന ഒരു കാഴ്ചയാണത്. എന്തായാലും ഇത്രയും വലിയൊരു അനുഭവത്തിന് അവസരം ലഭിച്ചത് മഹാഭാഗ്യം എന്നേ പറയേണ്ടുള്ളൂ. അമേരിക്കയിലെത്തി ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. നയാഗ്രയുടെ പടം കാണുമ്പോഴും വീഡിയോ കാണുമ്പോഴും ഒക്കെ എത്രയോ വട്ടം ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടിയ ഒരു വലിയ അനുഭവമാണ്. ആ അനുഭവത്തിന് ഈശ്വരനോട് നന്ദി പറയുക, അല്ലാതെ എന്താ പറയുക. പിന്നെ നമ്മളിത് കണ്ടു,
ഇനിയും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ എപ്പോഴും ആണെങ്കിലും ആർക്കെങ്കിലും ഒക്കെ പോയി കാണാം. അമേരിക്കയിൽ വന്ന് ഈ നയാഗ്രയിലെത്തി ഈ വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നവർ വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അതൊന്നും അത്ര പ്രാക്ടിക്കലല്ല. അപ്പോൾ കാണാൻ പറ്റാത്തവർക്ക് നയാഗ്രയെക്കുറിച്ച് അറിയുന്ന, നയാഗ്രയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഏതെങ്കിലും ഒരു തരത്തിൽ പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തായാലും ഒരു വലിയ അനുഭവം തന്ന ഈശ്വരനെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ കാഴ്ച ഇനി മനസ്സിൽ നിന്ന് മരിച്ചാലും പോവില്ല, അത്രയ്ക്ക് മനോഹരമാണ്. കാണാൻ വേണ്ടിയുള്ള കാഴ്ചയില്ല. മോളിൽ കണ്ടപ്പോ തോന്നിയില്ലേ ഇതിനാണോ ഞാൻ ഇവിടെ വന്നതെന്ന് വിചാരിച്ചു. രവി എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു രവി ഫസ്റ്റ് വന്നപ്പോ ഞാനും അങ്ങനെയല്ലേ വിചാരിച്ചു. നമ്മളെന്നിട്ട് ഉടനെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. പക്ഷെ നയാഗ്രന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഒന്നും കാണാനില്ലല്ലോ, എന്താ? അപ്പോഴാ പുള്ളി പറഞ്ഞത് അവിടെ റൈഡൊക്കെ ഉണ്ട്, അതൊക്കെ ബുക്ക് ചെയ്ത് പോവാൻ.